ഡിന്നറൊന്നും വെറൈറ്റി ആക്കാൻ നോക്കിയില്ല. പെട്ടെന്ന് നമുക്കൊരു കണവ റോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി തക്കാളി ഇതെല്ലാം ഒന്ന് എടുത്ത് വെച്ചു. അങ്ങനെ കണവ എടുക്കുന്നുണ്ടപ്പോൾ മോൻ ഓടി വരുന്നു. കണവ റോസ്റ്റ് വേണ്ട, അവനിക്ക് കണവ നിറച്ചത് മതി. ഞാൻ ഈ നിറച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഇതിനെന്തിനാ വെറുതെ തുണ്ടമാക്കുന്നത്, അതിനെ നമുക്ക് അങ്ങനെ തന്നെ ഫില്ല് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫില്ല് ചെയ്യുന്നതിന് ഇതൊന്നും പോരല്ലോ. അപ്പം കുറച്ച് എൻ്റെ കണ്ണിൽ കണ്ടതെന്ന് വെച്ചാൽ സോയാബീനായിരുന്നു. കുറച്ച് സോയാബീൻ എടുത്ത് തിളച്ച വെള്ളത്തിലിട്ട് അതിനെ ഒന്ന് പിഴിഞ്ഞ് മാറ്റി വെച്ച്, അതിനുശേഷം ഒരു കിഴങ്ങെടുത്തിട്ട് വേവിച്ച് ഉടച്ച് മാറ്റി അതും ഇതിനകത്ത് ചേർക്കാമല്ലോ. അപ്പം ഫില്ലിങ്സ് ഇതാകുമല്ലോ. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ സോയാബീനും പിന്നെ ഉടച്ച് വെച്ച കിഴങ്ങും കൂടെ ചേർത്തിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയാണ് ഞാൻ മെയിനായിട്ട് ഇതിനകത്ത് ചേർത്തേക്കുന്നത്. പിന്നെ ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ കണവ എടുക്കാം. കണവ എടുത്തൊന്ന് ഫില്ല് ചെയ്ത് ഈ സോയാബീൻ മിക്സ് അതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഫില്ലിങ്സ് ഒന്നും എണ്ണയിലോട്ട് ഇടുന്ന ടൈമിൽ പുറത്ത് പോകരുതല്ലോ. അതിനു വേണ്ടി ഈർക്കിലൊന്നും നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ ഞാൻ കറിവേപ്പിൻ്റെ തണ്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഒന്നും വെളി പോകരുതല്ലോ അതിന് വേണ്ടി. പിന്നെ ഒരു പാൻ വെച്ചതിന് ശേഷം ആ എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് മുളക് പൊടി ആ കണവയിൽ പുറത്തൊന്ന് മിക്സാകാൻ വേണ്ടി മുളക് പൊടി ഇട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ഫില്ലിങ്സ് വെച്ചേക്കുന്ന കണവ എടുത്ത് ഒരേന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പുറം ഇപ്പുറം ഒന്ന് തിരിച്ചിട്ട് അതൊന്ന് കളറൊന്ന് പിടിച്ച് മുളക് പൊടിയുടെ അതിനുശേഷം നമുക്ക് ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം. വേവിച്ച് തുറന്ന് നോക്കിയപ്പോൾ വെന്തിട്ടൊന്നുമില്ല സംഭവം, എങ്കിലും കുറേ നേരം വേവിച്ചു. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആ കണവയ്ക്ക് എരിവും പുളിയൊക്കെ നമുക്ക് വേണമല്ലോ. കുറച്ച് കെച്ചപ്പും കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ച് ഒന്ന് കവർ ചെയ്തെടുത്ത് ഇത്രയും കൂടെ വേവണം ഇത്. പിന്നെ ഇതുകൊണ്ടൊന്നും നമുക്ക് തികയത്തില്ല. അപ്പം ഞാൻ ഈ ബാലൻസ് നമ്മുടെ ഫില്ലിങ്സിനുള്ള മിക്സ് എടുത്ത് ഇതിലേക്ക് ആക്കിയിട്ട് അതും കൂടെ ഒന്ന് ചൂടാക്കി ഒന്നും കൂടെ അതിലേന്നിട്ട് വഴറ്റിയെടുത്ത്. പക്ഷേ ഇതിങ്ങനെ നമ്മൾ ചെയ്യുന്നതിന് ശേഷം കണവ ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുവാണെങ്കിൽ ഒന്നും കൂടെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പം ഡിന്നർ ഇത്തിരി വെറൈറ്റി ആയി, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചിട്ട്. പിന്നെ ചെയ്ത് നോക്കാം. നമ്മളെപ്പോഴും ഈ കണവ റോസ്റ്റും അങ്ങനെയൊക്കെയല്ലേ കഴിക്കുന്നത്.